അങ്ങനെ കാണണമെന്ന് ആഗ്രഹിച്ച് കണ്ട ആരെങ്കിലും ഉണ്ടോ? അവരുണ്ട്. അവരെ ആഗ്രഹിച്ചതിന് നമുക്ക് അവർക്ക് കാണാൻ പറ്റും. നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് ആണെന്ന് വെച്ചു അവർ ആഗ്രഹിച്ചാൽ നമുക്ക് അവരെ കാണാൻ പറ്റും. ഇതെല്ലാം പിക്ചറൈസേഷനാണ് നമുക്ക് കിട്ടുന്നത്. ആത്മാക്കൾ എപ്പോഴും നമ്മളോട് സംസാരിക്കുന്ന പിക്ചറൈസേഷനും തോട്ട്സുമായിട്ട്, അല്ലാണ്ട് ഇത് പറഞ്ഞ പോലെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഇതിലൊന്നുമല്ല. മിക്കതും എൻ്റെ അനുഭവങ്ങൾ അവിടെയുള്ള ഭാര്യയും ഭർത്താവും ക്യാമറ ഇങ്ങനെ വെച്ചിരിക്കുക, അവരെ കാണാം. മനസ്സിലായി? ക്യാമറ ഇങ്ങനെ ജനലേ വെച്ചിരിക്കുക, പുറകിലത്തെ ഭിത്തിയിൽ എഴുതി ഇദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരെങ്കിലും പുറകിലത്തെ ഭിത്തിയിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഇന്ന ഇത് കാണുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ ഒരു തോട്ട് വന്നെന്ന് വരാം. ഇത് അവിടെ ഒരു നെല്ല് കാണുന്നുണ്ട്, ചിലർക്കത് പിക്ചർ ക്ലിയറായി. അപ്പോൾ ഞാൻ പറഞ്ഞ്, അച്ഛൻ എന്താ കൊടുക്കാനുള്ളതെന്ന് ചോദിച്ചു. ഇവിടെ അടുത്ത് എല്ലാം കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. ആ കമ്മ്യൂണിക്കേഷൻ കിട്ടുകയാണ് നമുക്ക്. എല്ലാവരുടെയും കിട്ടുന്നൊന്നുമില്ല കേട്ടോ. ഈ തെരേസ മാമിന് കിട്ടുന്ന പോലൊന്നും എനിക്ക് കിട്ടുന്നില്ല, അത് ഞാൻ പറയാം. ചില നിയോഗമുള്ളത് മാത്രമേ കിട്ടുള്ളൂ. ഈ കറുത്ത രൂപം കണ്ട് പിന്നെ ഇവർ ഭയങ്കരമായിട്ട് ഡെസ്പായി പോയി, ഓറയിൽ ബാധിച്ച്. പിന്നെ മാസ്റ്ററെ പോയി കണ്ട് അതിന് അഡീഷണൽ ഫീസും ഭയങ്കരമായിട്ട് കാശ് ചിലവായി. അതിൻ്റെ ഹീലിങ്ങിനൊക്കെ ഭയങ്കര കാശ്, അതിന് പെർമിഷൻ കൊടുത്ത ആൾക്ക് കാശ് കൊടുക്കേണ്ടി വന്നു. നമുക്ക് അറിയാൻ പറ്റും. എൻ്റെ പ്രത്യക്ഷത്തിലുള്ള അനുഭവം. അല്ലാണ്ട് സോൾ പ്രസൻസ് കണ്ടിട്ടുണ്ട്, പലർക്കും ഫീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരുണ്ട്. അവരെ ആഗ്രഹിച്ചതിന് നമുക്ക് അവർക്ക് കാണാൻ പറ്റും. നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് ആണെന്ന് വെച്ചു അവർ ആഗ്രഹിച്ചാൽ നമുക്ക് അവരെ കാണാൻ പറ്റും. അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ട ആൾക്കാരുണ്ട്. ഞാൻ വെറുതെ നമ്പർ തരാം. ഈ വീഡിയോ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പം നമ്മളിത് സംസാരിച്ചു എന്നറിയണ്ട, അവരുടെ 4-5 പേരുടെ നമ്പർ പറയാം. അവരെ വിളിച്ചു ചോദിക്കുക എന്തെങ്കിലും അനുഭവം ഉണ്ടോ എന്ന്. സാറ് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കാണണമെന്ന് ആഗ്രഹിച്ച് കണ്ട ആരെങ്കിലും ഉണ്ടോ? കാണണമെന്ന് അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഇതിപ്പോൾ ഒരു ഈ അച്ഛൻ മരിക്കാൻ കിടക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ തന്നെ, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, അതിനകത്തെ ഒരാളുടെ അച്ഛനാണ്. അപ്പോൾ അദ്ദേഹം കുറേ നാളായിട്ട് കിടക്കുന്നു, സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഇദ്ദേഹം പറഞ്ഞ് ശ്രീനിവാസൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു, ഞാൻ എന്താ കിടക്കണമെന്ന് ശ്രീനിവാസൻ്റെ. അപ്പോൾ ഇവർക്ക് അറിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മോള് എൻ്റെ കസിൻ ബ്രദറിൻ്റെ ഭാര്യയാണ്. അങ്ങനെയാണ് ബന്ധം. അതുകൂടാണ്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് ഞങ്ങളുടെ കുടുംബത്തിലെ ആളാണ്. അത് ഒരു 7 തലമുറയ്ക്ക് മുമ്പുള്ള റിലേഷനാണ്. അപ്പോൾ ഇവർക്ക് ഈ ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ തിരുപ്പതി ശ്രീനിവാസൻ്റെ കാര്യമാണ് പറയണത് എന്താണെന്ന്. ലാസ്റ്റ് ഇവർ ചർച്ച ചെയ്തത് ശ്രീനിവാസൻ ചേട്ടൻ്റെ കാര്യമായിരിക്കും എന്ന് വിചാരിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ സമയത്ത് ഞാൻ തൃശ്ശൂരോ മറ്റോ ജോലി ചെയ്യുക. ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം മെഡിറ്റേഷൻ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിന് വഴിപാടുണ്ടെങ്കിൽ നോക്കാൻ പറഞ്ഞു. വഴിപാട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. വഴിപാട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് ഇത് പറഞ്ഞപ്പോൾ അവർ നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ചിലർ പറഞ്ഞ് അവിടെ ഹനുമാൻ്റെ അമ്പലമുണ്ട്, അവിടെ ഇത് ചെയ്യണം, ഇതാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്ക്, എന്നിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞു. പിന്നെ ഇത് നോക്കിയപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്, ഞങ്ങൾക്ക് ഈ അമ്പലത്തിൽ പൂജയ്ക്ക് പ്രധാന പൂജ നടത്തുമ്പോൾ ഈ അംശവടി എന്ന് പറഞ്ഞ പോലെ ഒരു വടി തരും. ഞങ്ങളുടെ അമ്പലങ്ങളിൽ പോയാൽ കാണാം, ഈ അംശവടി തരും. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഭഗവാന് ഒന്ന് ദേവസ്വത്തിൻ്റെ പ്രതിനിധി നിർത്തും, പ്രതിനിധി നിൽക്കും, ഈ വഴിപാട് ചെയ്യുന്ന ആൾ നിൽക്കും. ഞങ്ങളുടെ സമുദായത്തിൻ്റെ ക്ഷേത്രങ്ങളിൽ അതിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇത് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ഇയാൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് കണ്ടു. അപ്പോൾ അതെനിക്ക്, ഇതെല്ലാം പിക്ചറൈസേഷനാണ് നമുക്ക് കിട്ടുന്നത്. ആത്മാക്കൾ എപ്പോഴും നമ്മളോട് സംസാരിക്കുന്ന പിക്ചറൈസേഷനും തോട്ട്സുമായിട്ട്, അല്ലാണ്ട് ഇത് പറഞ്ഞ പോലെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഇതിലൊന്നുമല്ല. മിക്കതും എൻ്റെ അനുഭവങ്ങൾ. ചിലരുടെ ശരീരത്തിൽ കയറിയാലും അവരുടെ അറിയാവുന്ന ഭാഷയിൽ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരൊരു പറയണത്, ഇവരുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ തീരുമാനിച്ചു. ഒരു കല്യാണോത്സവം എന്ന് പറഞ്ഞൊരു ചടങ്ങ്. ഈ കല്യാണോത്സവം എന്ന് പറഞ്ഞ ചടങ്ങ് നടത്താൻ തീരുമാനിച്ച് ഇദ്ദേഹത്തിൻ്റെയും ഭാര്യയും കൊണ്ടാണ് ഇത് ചെയ്യാൻ തീരുമാനിച്ചത്. ഒരു 10 വർഷങ്ങൾക്കുള്ളിലുള്ള സംഭവമാണ്. ഇദ്ദേഹം പോയിട്ട് 2-3 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേ എന്തോ കാരണം കൊണ്ട് ഇദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റിയില്ല, ആ തീരുമാനം മാറിപ്പോയി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജന്മത്തിൽ ആ നാട്ടിൽ, ഇദ്ദേഹം വേറെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുകയാണ്. ഇദ്ദേഹത്തിന് അത് പിടിച്ച് നിൽക്കണമെന്നൊരാഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ അപ്പോൾ പിന്നെ ഇദ്ദേഹം ഈ കാര്യം നടക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബോധം പോയി, ഒന്നും സംസാരിക്കുന്നില്ല, റിയാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ നാളെ പിറ്റേ ദിവസം എന്താണോ അവിടെ ഇത് എടുത്തിട്ടുള്ള വഴിപാട് നടക്കണം. രാവിലെ പായസ പൂജയൊക്കെ ഉണ്ട്. അതിനെ ഭഗവാൻ പല്ലക്കിൽ പുറത്ത് വരുമ്പോൾ ഇങ്ങനെ ഇത് നമുക്ക് ചീട്ടാക്കാം. അത് ചീട്ടാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ പേര് ചീട്ടാക്കിയിട്ട് ആ ചീട്ട് കൊണ്ടുവന്ന് അദ്ദേഹത്തെ കാണിച്ച്, കാണുന്നില്ലെങ്കിൽ ചെവിയിൽ പറയാൻ പറഞ്ഞു. എന്നിട്ട് അത് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ 7-7:15 മറ്റാണ് ഈ പൂജ നടക്കുക. അത് 8 മണിക്ക്. ഈ സമയത്ത് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്താണ് ഇതെടുത്തത്. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രാണം പോയി. പിന്നെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇദ്ദേഹത്തിൻ്റെ ഇത് വന്നപ്പോൾ ഇവർ ഓൺലൈനിൽ എന്തോ ഒരു അവരുടെ ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ഓൺലൈനിൽ മീറ്റിംഗ് വിളിച്ചു. അപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ VRS ഒക്കെ എടുത്തു കഴിഞ്ഞു. ഞാൻ എറണാകുളത്തുണ്ട്, അവരിൽ ഓരോരുത്തരും ഓരോ ഭാഗത്താണ്. ഞാൻ പറഞ്ഞു ഓൺലൈനിൽ വിളിക്കാമെന്ന് പറഞ്ഞ് അവർ മീറ്റിംഗ് വിളിച്ച് ഞാനും കയറി. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ ഇതാണെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിലെ ഒരു മോള്, അപ്പോൾ ഇവരുടെ അമ്മയൊക്കെ താമസിക്കുന്ന ആ വീട്ടിൽ അപ്പോൾ അവിടെയുള്ള ഭാര്യയും ഭർത്താവും ക്യാമറ ഇങ്ങനെ വെച്ചിരിക്കുക, അവരെ കാണാം, മനസ്സിലായി, ക്യാമറ ഇങ്ങനെ ജനലേ വെച്ചിരിക്കുക. പുറകിലത്തെ ഭിത്തിയിൽ നിഴൽ ഇദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഞാൻ ചോദിച്ചു ആരെങ്കിലും പുറകിലത്തെ ഭിത്തിയിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞില്ല, നമ്മൾ ഇത് കാണുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ ഒരു തോട്ട് വന്നെന്ന് വരാം. ഇത് അവിടെ ഒരു നെല്ല് കാണുന്നുണ്ട്, ചിലർക്കത് പിക്ചർ ക്ലിയറായി, മനസ്സിലായി, പിക്ചർ ക്ലിയറായി. ഇതേ സമയം തന്നെ അദ്ദേഹം തന്ന ഒരു ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ അതിലെ ഇളയ മോള് എൻ്റെ അടുത്ത് ഇദ്ദേഹം എന്തോ ചോദിച്ചിരുന്നു, പൊറോട്ടയും കറിയും കൊടുത്തില്ല എന്നുള്ളതല്ല, മോളോട് പറഞ്ഞിരുന്നു ഉണ്ടാക്കി തരണമെന്ന്. പക്ഷെ അത് കൊണ്ടുപോയപ്പോൾ ഇദ്ദേഹത്തിന് കഴിക്കാൻ പറ്റുന്ന രീതിയല്ല, മനസ്സിലായി. അപ്പോൾ ഇത് നടത്തുമ്പോൾ ഈ ഇളയ മോള് കച്ചവടം നടത്തുക. അപ്പോൾ അവിടെ അവരുടെ ഒരു സഹോദരൻ ആ സമയത്ത് കടയിൽ ചെന്നിട്ടുണ്ട്, ഒരു സഹോദരൻ വീട്ടിലിരിക്കുന്നു, ഒരു സഹോദരി കൊച്ചിയിലുള്ള വീട്ടിൽ, വേറൊരു സഹോദരി ചെറായിലുള്ള വീട്ടിലാണ് ഈ കോള് നടക്കുമ്പോൾ. ഞാൻ എറണാകുളത്ത് എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് അച്ഛൻ എന്താ കൊടുക്കാനുള്ളതെന്ന് ചോദിച്ചു, ഇവിടെ അടുത്ത് എല്ലാം കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. ആ കമ്മ്യൂണിക്കേഷൻ കിട്ടുകയാണ് നമുക്ക്. എല്ലാവരുടെയും കിട്ടുന്നൊന്നുമില്ല കേട്ടോ, ഈ തെരേസ മാമിന് കിട്ടുന്ന പോലൊന്നും എനിക്ക് കിട്ടുന്നില്ല, അത് ഞാൻ പറയാം. ചില നിയോഗമുള്ളത് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞില്ല ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഓർത്ത് നോക്ക്, അച്ഛൻ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു, എന്തോ സാധനം അച്ഛന് ഇഷ്ടപ്പെട്ട കാര്യം വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് അദ്ദേഹത്തിന് പൊറോട്ടയും അവളുണ്ടാക്കുന്നൊരു കറിയുണ്ട്, അത് വേണമെന്നാണ്. അത് അച്ഛന് ഞാൻ ഉണ്ടാക്കി കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു അച്ഛൻ കഴിച്ചോന്ന് ചോദിച്ചത്. അച്ഛൻ കഴിച്ചോന്ന് ചോദിച്ചപ്പോഴത്തേക്കും കഴിക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല, മനസ്സിലായി. ഞാൻ പറഞ്ഞു അച്ഛന് കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞു. അവള് ഭയങ്കരമായിട്ട് നെർവസ് ആയിപ്പോയി അത് കേട്ടിട്ട്. പിന്നെ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ അച്ഛൻ്റെ ഫോട്ടോയുടെ അവിടെ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു. ഫോട്ടോയുടെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഇവരെടുക്കട്ടെ എന്ന് പറഞ്ഞു. ആ സമയത്ത് സോൾ പ്രസൻസ് കണ്ടിട്ടുണ്ട്.